കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച് LDF-ൽ ധാരണയായി. ധനകാര്യമടക്കം 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങൾ CPM-നാണ്. ഓരോന്ന് വീതം CPI-ക്കും കേരള കോൺഗ്രസ് M-നും നൽകി. കണ്ണൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് സംസ്ഥാനത്താകെയുണ്ടായ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്ന് കൺവീനർ N. ചന്ദ്രൻ പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ചപ്പാരപ്പടവ് ഡിവിഷനിൽ നിന്നുള്ള CPM അംഗം P. രവീന്ദ്രൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാകുമെന്ന് LDF ജില്ലാ കൺവീനർ N. ചന്ദ്രൻ പറഞ്ഞു. മാതമംഗലത്ത് നിന്നും വിജയിച്ച രജനി മോഹനാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയാവുക. CPI പ്രതിനിധി കുറുമാത്തൂരിൽ നിന്നും വിജയിച്ച A. പ്രദീപൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനാകും. പടിയൂരിൽ നിന്നും വിജയിച്ച കേരള കോൺഗ്രസ് M പ്രതിനിധി ബോബി എണ്ണച്ചേരിയിലാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാവുക. കണ്ണൂർ ജില്ലയിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടായതുപോലുള്ള തിരിച്ചടി കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടില്ല. ഏതൊക്കെ മേഖലയിലാണ് പോരായ്മ ഉണ്ടായത് എന്ന് കണ്ടെത്തി പരിഹരിക്കാൻ നടപടി തുടങ്ങിയതായും N. ചന്ദ്രൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ എല്ലാ സീറ്റുകളും നിലനിർത്തും. UDF-ന്റെ കൈവശമുള്ള 2 സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുന്ന പ്രവർത്തനം ഉണ്ടാകുമെന്നും N. ചന്ദ്രൻ പറഞ്ഞു. സ്വാഭാവികമായും അവർക്ക് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ അവർക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയമായി നോക്കിയാലും കണ്ണൂരെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അതിൻ്റെ ബലാബലം നോക്കിയാൽ. പക്ഷേ കഴിഞ്ഞ തവണ അഴീക്കോട് സഖാവ് സുമേഷ് നല്ല നിലയിൽ വിജയിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ സുമേഷിൻ്റെ പ്രകടനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയ അംഗീകാരം നേടിക്കൊടുത്തിട്ടുള്ളതാണ്. കണ്ണൂരിൽ 2 തവണ തുടർച്ചയായി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ ജയിക്കുന്നുണ്ട്. ഈ 2 മണ്ഡലത്തിലും ഇടതുപക്ഷ മുന്നണിയുടെ ഭരണകാലത്ത് കൊണ്ടുവന്ന വികസനങ്ങളൊക്കെ ജനങ്ങൾ പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ നമ്മുടെ നിലവിലുള്ള മുഴുവൻ സീറ്റും നിലനിർത്തണം എന്നുള്ള നിലക്കാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനു പുറമെ ഇരിക്കൂറും പേരാവൂരുമാണ്. അതിലെ സാധ്യത നോക്കിയാൽ പേരാവൂരും ഇരിക്കൂറും എന്ന നിലയിൽ നമ്മൾ ശക്തമായ നിലയിൽ പോരാട്ടം നടത്തി പിടിക്കാനുള്ളൊരു പരിശ്രമത്തിലാണ്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വോട്ട് കൂടുകയാണ് ചെയ്തത്. 7 പഞ്ചായത്തുകൾ കഴിഞ്ഞ തവണ ചില പ്രത്യേക സാഹചര്യത്തിലാണ് ജയിച്ചത്. ചില വീഴ്ചകൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ വാർഡ് വിഭജനം UDF-ന് അനുകൂലമായി. അത് പ്രതിഫലിച്ചു. UDF-ന് ജയിക്കാൻ പറ്റുന്ന രീതിയിൽ കോർപ്പറേഷന്റെ ഇടപെടൽ വാർഡ് വിഭജനത്തിൽ ഉണ്ടായി എന്നും N. ചന്ദ്രൻ പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വാർഡ് വിഭജനം ശക്തമായ നിലയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ വാർഡുകളുടെ വിഭജനം സംബന്ധിച്ച് അന്ന് തന്നെ ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ആ വാർഡുകളുടെ വിഭജനത്തിൽ UDF-ന് ജയിക്കാൻ പറ്റുന്ന നിലയിൽ ഉള്ള ഒരു വാർഡ് വിഭജനവും ഇടപെടലുമാണ് അന്നത്തെ കോർപ്പറേഷൻ ഭരണാധികാരികളുടെ എല്ലാം ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്. UDF-ന് രാഷ്ട്രീയമായി മേൽക്കോയ്മയുള്ള പ്രദേശമാണ് കണ്ണൂർ കോർപ്പറേഷൻ. അഴിമതി ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവന്ന് ശക്തമായ പ്രവർത്തനം നടത്താൻ LDF-ന് കഴിഞ്ഞു. 9 സീറ്റാണ് LDF-ന് ഉറച്ച സീറ്റായുള്ളത്. 15 സീറ്റുകൾ ജയിച്ചിട്ടുണ്ടെന്നും N. ചന്ദ്രൻ പറഞ്ഞു. കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങൾ UDF-ന് പ്രതീക്ഷിക്കാം. പക്ഷേ 2ഇടത്തും LDF വിജയിക്കുമെന്നും അഴീക്കോട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി KV സുമേഷിന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും N. ചന്ദ്രൻ പറഞ്ഞു. കടന്നപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും മത്സരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് മുന്നണിയും അവരുടെ പാർട്ടിയുമാണ്. കടന്നപ്പള്ളിക്ക് 1 അല്ല 2 അംഗത്തിന് ബാല്യമുണ്ടെന്നും N. ചന്ദ്രൻ പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ചെറുപ്പത്തിൻ്റെ തന്നെയാണ്. ആ പാർട്ടിക്ക് സീറ്റ് കൊടുക്കാൻ തീരുമാനിക്കുകയും അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരികയും ചെയ്താൽ 1 അംഗത്തിനല്ല 2 അംഗത്തിന് തന്നെ അദ്ദേഹത്തിന് ശേഷിയുണ്ട്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം എന്നതിനെക്കുറിച്ച് സംസ്ഥാന തലത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുകയെന്നും N. ചന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.